സന്തോഷകരമായ വാക്ക് കേൾക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നു. അതിനാൽ അത് തന്നെ പറയണം. വാക്കുകളിൽ എന്തിന് ദാരിദ്ര്യം കാണിക്കണം? ഒന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല, നല്ല നല്ല വാക്കു പറഞ്ഞുകൂടെ എന്നൊക്കെയുള്ള നാടൻ പഴമൊഴികൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? മരണവീടുകളിൽ ചെന്ന് ബന്ധുജനങ്ങളെ സമാധാനിപ്പിച്ചാൽ മരിച്ചവർ തിരിച്ചു വരികയൊന്നുമില്ല. എങ്കിലും ബന്ധുജനങ്ങളോട് സംസാരിച്ച് ആശ്വാസം പകരുമ്പോൾ അവരുടെ ദുഃഖം അല്പം തീരുമെങ്കിലും അത് നല്ലതല്ലേ? ഇന്ന് കേരളത്തിലെ പല ക്യാൻസർ ആശുപത്രികളിലും പ്രവർത്തിക്കുന്ന ചില സന്നദ്ധ സംഘടനകൾ രോഗികളോട് സംസാരിച്ചും പാട്ടുപാടിയും കഥകൾ പറഞ്ഞും അവരെ സന്തോഷിപ്പിക്കുന്നു. മരണത്തിന് മുമ്പുള്ള അല്പം ചില മണിക്കൂറുകൾ അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ? അതിനാൽ ചാണക്യഗുരു നമ്മോട് പറയുന്നു, വാക്കുകളിൽ നിങ്ങൾ എന്തിന് ദാരിദ്ര്യം കാണിക്കുന്നു? അത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ നന്മയിലേക്ക് നയിക്കുന്നു എന്ന് ഗുരു കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് പ്രിയവാക്യങ്ങൾ പോയിട്ട് വാക്കുകൾ പോലും കുറയുന്നു. കാണുക, സംസാരിക്കുക എന്നത് മാറി സെൽഫോണിൽ യാന്ത്രികമായി പരസ്പരം വാർത്താവിനിമയം നടത്തുന്നു. സ്വന്തം വീട്ടിൽ കുടുംബാംഗങ്ങളുമൊത്ത് സംസാരിക്കുക പോലും ഇന്ന് കുറഞ്ഞു വരുന്നു. അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് കളിതമാശകൾ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിരുന്ന കാലം ഇന്ന് ഇല്ലാതായി. സന്തോഷം തുടിക്കുന്ന വാക്കുകൾ പറയുവാൻ നാം ശീലമാക്കണം. എല്ലാവർക്കും ഇഷ്ടവും ഇന്നതാണ്. എന്നാൽ അവസരം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ സമയമില്ല എന്നാണ് പരാതി. അത് നാം തന്നെ ഉണ്ടാക്കിയെടുക്കണം. വാക്കുകളില്ലെങ്കിലും ദാരിദ്ര്യം കാണിക്കാതിരുന്നുകൂടെ? നന്നായി സംസാരിച്ചതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലെന്നും ഗുരു കൂട്ടിച്ചേർക്കുന്നു.